അപ്പോൾ വയലൂര് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ നമ്മൾ നടത്തുന്നത്. ഈ ഫെബ്രുവരി മാസം 20-ാം തീയതി വൈകിട്ട് 8 മണിയോടുകൂടി കൊടിയേറ്റം, അതിനുശേഷം തുടർച്ചയായി 27-ാം തീയതി വരെ ഉത്സവം നടക്കുകയാണ് അവിടെ. 26-ാം തീയതി ശിവരാത്രി, 27-ാം തീയതി ആറാട്ടോടുകൂടി ഈ അവിടുത്തെ ഉത്സവം സമാപിക്കും. ഉത്സവത്തിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ ഭംഗിയായി നടത്താൻ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടിയേറ്റത്തിനൊന്ന് കാലത്ത് ദ്രവ്യകലശമുണ്ട്. ദ്രവ്യകലശത്തിന് ശേഷം വൈകുന്നേരമാണ് കൊടിയേറ്റം. അതകത്താണ്. അന്ന് വൈകുന്നേരം കഥകളി, കൊടിയേറ്റത്തിനൊന്ന് വൈകുന്നേരം കഥകളിയുണ്ട് 9:30-ക്ക്. 6:45 സംഗീതം, 10 മണിയോടുകൂടി ദ്രവ്യകലശം, വൈകുന്നേരം കൊടിയേറ്റം. ക്ഷേത്രം തന്ത്രി അണിമംഗലത്ത് മനക്കാരാണ് കൊടിയേറ്റം തവണ നടത്തുന്നത്. പിറ്റേ ദിവസം കൊടിപ്പുറത്ത് വിളക്ക് വൈകുന്നേരം. അന്ന് വൈകിട്ട് ക്ഷേത്ര ചടങ്ങുകൾ. പിന്നെ അതിന് പുറത്ത് ഒരു തായമ്പകയുണ്ട്, പനാവൂർ ശ്രീഹരിയുടെ തായമ്പക 21-ാം തീയതി. പിന്നെ 22-ാം തീയതി അതൊരു ഡബിൾ തായമ്പകയുണ്ട്. നിതിൻ മേലൂരിനും ആദർശ അടുത്തരാന്ന് പറഞ്ഞ ആളുകളുടെ തായമ്പകയുണ്ട് വൈകുന്നേരം. 23-ാം തീയതി, 22-ാം തീയതി, 21-ാം തീയതിനിടയിൽ നാടകമുണ്ട്. 21-ാം തീയതി വാഴ്വേമായെന്നുണ്ട്, വള്ളുവനാട് ബ്രഹ്മയുടെ നാടകം വാഴ്വേമായെന്ന് പറഞ്ഞു. 8 മണിക്കാണ്. 24-ാം തീയതിയാണ് പിന്നെ വിശേഷമായിട്ട് വന്ന് നെല്ലായിന്ന് ഒരു 5 ആനകളെ സ്വീകരണം. ഒരു 4 മണിയോടുകൂടി 4:04 തുടങ്ങും. ഇപ്പോഴത്തെ ഈ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 4:04 തുടങ്ങുള്ളത് ഈ ആനകളെ. അപ്പോൾ 4:00 തുടങ്ങുള്ളൂ. 4:00-ക്ക് ശേഷം അവിടുന്ന് 5 ആനകളെ സ്വീകരിച്ച് കൊണ്ടുപോകും. അതായത് വയലൂർ അമ്പലത്തിലെ പരമേശ്വരൻ ആന ബാക്കി ആനകളെ, തൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ബാക്കി ആനകളെ സ്വീകരിച്ച് കൊണ്ടുപോകാം. ഇതൊരു ഒരു ആളുകളുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അതുണ്ട്. അന്ന് വൈകുന്നേരം 5 ആനയ്ക്ക് എഴുന്നള്ളിപ്പുണ്ട്. ഏകാദശി വിളക്ക്. അന്ന് പഞ്ചവാദ്യമാണ്. പറക്കാട്ട് തങ്കപ്പന്മാരൊക്കെ വരുന്ന പഞ്ചവാദ്യം അന്ന് നടക്കുന്നുണ്ട്. 26-ാം തീയതി പെരുവന സതീശന്മാരുടെ പഞ്ചാരി മേളം ഉണ്ട്. കാലത്ത് 9 മണി തൊട്ട് 1 മണി വരെ. 27-ാം തീയതി കാലത്ത് ആറാട്ട്. ഉച്ചയോടുകൂടി ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങുകളുള്ളത്. ഇതിനിടയിൽ ഭക്തിഗാനമേളകളുണ്ട്, കുട്ടികളുടെ പരിപാടികളുണ്ട്, തിരുവാതിരക്കളികളുണ്ട്. ഈ കൊല്ലവും ശിവരാത്രി മഹോത്സവം ഗംഭീരമായി നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. മുൻകാലങ്ങളെ പോലെ തന്നെ എല്ലാ മുൻകരുതലുകളും ഈ കൊല്ലവും ഉത്സവാഘോഷ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ അടുത്ത് 24 മണിക്കൂർ പരിപാടികൾ ഞങ്ങൾ അറിയപ്പെടുന്ന പൂർവ്വമാണിക്യ ക്ഷേത്രമാണ്. നമുക്ക് 24 മണിക്കൂറിലെയും 10 മണി കഴിഞ്ഞാൽ നമുക്ക് നടത്താനായിട്ടുള്ള നമുക്ക് പെർമിഷൻ ഇല്ല. മൈക്ക് പെർമിഷൻ കാര്യങ്ങളില്ല. 10 തൊട്ട് 3 വരെ അവിടെ ഞങ്ങളുടെ അവിടെ ബാക്കി ഫുൾ ടൈം നമ്മളവിടെ പരിപാടി ഉണ്ട്. ഉച്ചയ്ക്ക് ഒരു 11 മണി വരെ തീർപ്പാൻ കഴിഞ്ഞാൽ ഭക്ഷണം കാര്യങ്ങൾ വെച്ചാൽ 3 മണി തൊട്ട് വീണ്ടും ഓട്ടം തുള്ളൽ, അത് ചാക്യാർ കൂത്ത്, തുടർന്ന് വരുന്ന വൈകിട്ട് എന്തെങ്കിലും കലാപരിപാടികൾ, അതിന് കണ്ടിന്യൂസ് പരിപാടികളെന്ന് പറയാം. 10-10:30 കൂടി നമ്മുടെ എല്ലാ പരിപാടികളും